ഷാലൂസ് മ്യൂസിക്കൽ റോസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ ഷാലി സിജി. ഇത് നമ്മളുടെ ഇന്നത്തെ രണ്ടാമത്തെ വീഡിയോയാണ്. അഡീനിയം പ്ലാന്റ്സിന്റെ രണ്ടാമത്തെ വീഡിയോ. 3 മണിക്ക് വേറൊരു വീഡിയോ കൂടെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അഡീനിയം പ്ലാന്റ്സിന്റെ കാണാത്തവർ അതും കൂടെ കണ്ടോളൂ. ഇത് നമ്മളുടെ അഡീനിയം പ്ലാന്റ്സിന്റെ ചെറിയ പ്ലാന്റുകളുടെ വീഡിയോ ആണ്. 150 റേറ്റിന്റെയാണ്. ഇതിലെല്ലാം നമ്മൾ സെയിൽ ചെയ്യുന്നത് ഗ്രാഫ്റ്റഡ് പ്ലാന്റുകൾ തന്നെയാണ് കേട്ടോ. അതിൽ സിംഗിൾ പെറ്റലുണ്ട്, ഡബിൾ പെറ്റലുണ്ട്, മിക്സ് ചെയ്ത കളറുകളുണ്ട്, ചിലതിൽ പൂക്കളും മുട്ടുകളും ഇല്ലാത്തതുകൊണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ പ്ലാന്റുകൾ കണ്ടിട്ട് നിങ്ങൾ ഓർഡർ ചെയ്യുക കേട്ടോ. ഗ്രാഫ്റ്റഡ് പ്ലാന്റുകൾ തന്നെയാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത്, അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു സംശയം വേണ്ട കേട്ടോ. പിന്നെ പ്രൊഫഷണൽ DTDC 2 കൊറിയർ വഴിയാണ് നമ്മൾ പ്ലാന്റ്സുകൾ അയക്കുക. പിന്നെ ഞാൻ എല്ലാ അഡീനിയം പ്ലാന്റ്സിന്റെ വീഡിയോയിലും പറയുന്ന പോലെ അഡീനിയം പ്ലാന്റ്സ് ആണ് നിങ്ങളുടെ അടുത്തേക്ക് വരുമ്പോൾ ചിലപ്പോൾ ഇലകളും പൂക്കളൊക്കെ കൊഴിയാനുള്ള ഒരു സാധ്യതയുണ്ട്. അഡീനിയത്തിന്റെ നേച്ചർ അങ്ങനെയാണ്, നിങ്ങൾക്ക് അറിയാലോ. അഡീനിയം അങ്ങനെയാണ്, വളർത്തുന്നവർക്ക് അറിയാലോ. അപ്പൊ പൂക്കളും ഇലകളും ഇതൊക്കെ ഇപ്പൊ നല്ല ഫ്രഷ് ആയിട്ടാണ് പ്ലാന്റുകൾ ഇരുന്നത്. പക്ഷെ നമ്മൾ നിങ്ങളുടെ അടുത്തേക്ക് വരുമ്പോൾ ചിലപ്പോൾ പാക്കറ്റിന്റെ ഉള്ളിലിരുന്ന് ചൂടിന്റെ ഇതുകൊണ്ട് ചിലപ്പോൾ ഇലകളൊക്കെ കൊഴിയാൻ സാധ്യതയുണ്ട്. പക്ഷെ അഡീനിയം പ്ലാന്റ്സ് ആയതുകൊണ്ട് ഒരു പ്രശ്നവുമില്ല. പിന്നെ പ്രധാനമായിട്ട് പറയാനുള്ളത് കൊക്കോപീറ്റിലാണ് കേട്ടോ പ്ലാന്റുകൾ വരിക. എന്താ ഇങ്ങനെ കൊക്കോപീറ്റിലാണ് പ്ലാന്റുകൾ വരിക. അപ്പോൾ അത് നിങ്ങളുടെ അടുത്തേക്ക് വരുമ്പോഴത്തേക്കും നമ്മൾ കൊക്കോപീറ്റോട് കൂടിയായിരിക്കും നിങ്ങൾക്ക് അയക്കുക. പോട്ടുകൾ ഉണ്ടായിരിക്കില്ല കേട്ടോ, പോട്ട് മാറ്റിയിട്ടായിരിക്കും അയക്കുക. അപ്പോൾ കൊക്കോപീറ്റ് വരുമ്പോഴത്തേക്കും നിങ്ങളുടെ അടുത്ത് വരുമ്പോൾ കൊക്കോപീറ്റ് ശരിക്കും തട്ടിക്കളഞ്ഞിട്ട് ഫ്രീ ആയിട്ട് മണ്ണിലേക്ക് മാറ്റി നടുക കേട്ടോ. മണ്ണ് ചകിരിച്ചോറ് നിങ്ങളുടേതായ പോട്ടിംഗ് മിക്സിലേക്ക് മാറ്റി നടുക. ചകിരിച്ചോറല്ല, മണ്ണും മണലൊക്കെ ചേർത്തിട്ടുള്ള ഒരു പോട്ടിംഗ് മിക്സിലേക്ക് നടുക. നല്ല വെയിലത്ത് വെക്കുക. ആവശ്യത്തിന് വെള്ളം കൊടുത്താൽ മതി. വെള്ളം കൂടുതലാക്കി നമ്മൾ നീച്ച് കളയേണ്ട കാര്യമില്ലല്ലോ. അപ്പം നോക്കി നന്നായിട്ട് കെയർ ചെയ്ത് വളർത്തിയെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് പ്ലാന്റുകൾ കണ്ടു തുടങ്ങാം. ഇത് കാറ്റലോഗിൽ കൊടുത്തിട്ടുണ്ട്. കാറ്റലോഗിൽ S എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തേക്കുന്നത് കേട്ടോ. S1, S2, S3 അങ്ങനെയുള്ള ഒരു ഓർഡറിലായിരിക്കും പോവുക. നമ്മൾ ഇതിനു മുമ്പ് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്ത കാര്യം പറഞ്ഞല്ലോ. അപ്പോൾ അതിൻ്റെ നമ്മൾ S ഇല്ലാതെ ആയിരിക്കും വിടുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ റേറ്റും ഇത് നോക്കിയിട്ട് മാത്രം ഓർഡർ ചെയ്യുക. കഴിഞ്ഞ വീഡിയോയിലുള്ളത് 350യുടെ വലിയ പ്ലാന്റുകളാണ്. അപ്പോൾ നിങ്ങൾ റേറ്റ് നോക്കുക. നിങ്ങൾ ഓർഡർ ചെയ്യുന്ന പ്ലാന്റുകൾ S തുടങ്ങുന്ന പ്ലാന്റുകൾ തന്നെയാണോ, ഈ ചെറുതാണ് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ S തുടങ്ങുന്ന പ്ലാന്റുകളാണോ എന്ന് നോക്കിയതിന് ശേഷം നിങ്ങൾ കാർട്ട് ആഡ് ചെയ്ത് സെൻഡ് ചെയ്യുക. ഇനി കാർട്ട് ആഡ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നമ്പർ പറഞ്ഞാലും മതി. ചെറിയ പ്ലാന്റ്സ് 150യുടെ പ്ലാന്റ് ഇന്ന നമ്പറുകളെന്ന് പറഞ്ഞാലും മതി കേട്ടോ. നിങ്ങൾ കാറ്റലോഗിൽ കണ്ടില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം സെയിലായി എന്നാണ് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. എന്താ ഡിഫറൻസുകൾ ഉള്ളത്, ഇത് പ്ലാന്റുകൾ നമുക്ക് റേറ്റിൽ വ്യത്യാസം ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ഇത് 150യുടെ പ്ലാന്റുകളാണ്. മറ്റേത് ഇതെന്ന് പറഞ്ഞല്ലോ 350യുടെ പ്ലാന്റുകൾ. ഇതാ 150യുടെ പ്ലാന്റ് എന്ന് പറയുമ്പോൾ ഈ ഒരു സൈസാണ് ഉണ്ടായിരിക്കും കേട്ടോ. ഈ ഒരു സൈസ് എന്ന് പറയുമ്പോൾ ഇതിപ്പോൾ ഒരു വലിയ സൈസാണ് വരുന്നത്. ചെറിയ സൈസ് ഇതിപ്പോൾ ഒരു ചെറിയ പ്ലാന്റാണ് വരുന്നത്. ഇത് നിങ്ങൾ കണക്കാക്കിയാൽ മതി. ബാക്കിയൊക്കെ വലുതാണ് വരുന്നത്. ഇതാണ് കേട്ടോ ഏറ്റവും ചെറുത് വരുന്നത്. ഈ ഒരു സൈസ് പോട്ടിൻ്റെ സൈസ് ഇതാണ് വരുന്നത്. ഇങ്ങനെയാണ് പോട്ടിൻ്റെ സൈസ് വരിക. പ്ലാന്റിൻ്റെ സൈസ് ഇത് ഇങ്ങനെ. ഇത്രയും കറക്റ്റായിട്ട് കാണിക്കുമ്പോൾ ഒരു കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വീഡിയോയിലൊക്കെ കുറച്ച് വലുപ്പം തോന്നിക്കണ്ട എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ഇത്. നമ്മൾ യാതൊരു തരത്തിലുള്ള പറ്റിക്കലും ഇതൊന്നും നടത്താതെ തന്നെ സെയിൽ ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വീഡിയോയിൽ വലുതായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഈ ഒരു സൈസേ ഉള്ളൂ കേട്ടോ പ്ലാന്റുകൾക്ക്. പിന്നെ നിങ്ങളുടെ അടുത്തേക്ക് വരുമ്പോൾ ഞാൻ അതല്ല ഉദ്ദേശിച്ചതെന്നൊക്കെ പറയണ്ടല്ലോ. 350യുടെ പ്ലാന്റുകളൊക്കെ എന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെയുള്ള പ്ലാന്റുകളായിരിക്കും. ഇത്രയും വലുതായിട്ടുള്ള പ്ലാന്റുകളൊക്കെ തന്നെ ആയിരിക്കും കേട്ടോ നമ്മൾ സെയിൽ ചെയ്യുക. പിന്നെ ഇവിടെ നോക്കിയേ, ഇതൊക്കെ ആയിരിക്കും കേട്ടോ സൈസ് വരുന്നത്. അപ്പോൾ സൈസിൻ്റെ കാര്യത്തിൽ വ്യത്യാസങ്ങളുണ്ടാവും. ഇതിപ്പോൾ 350യുടെ ഒരു വലിയ പ്ലാന്റാണ്. ഇങ്ങനെ കണ്ടോ, ഇത്രയും സൈസിൽ വ്യത്യാസമുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് റേറ്റിൻ്റെ കാര്യത്തിൽ വരുമ്പോഴത്തേക്കും ഇത് 150, 350 റേറ്റുകൾ നല്ല ഡിഫറൻസ് വരുന്നുണ്ട് കേട്ടോ പ്ലാന്റുകൾ തമ്മിൽ. അപ്പോൾ ആ കാര്യം പ്രത്യേകം ഓർത്തിരിക്കുക. 350 എന്ന് പറയുമ്പോഴത്തേക്കും വലിയ ഒത്തിരി വർഷങ്ങളെ പ്രായമായ പ്ലാന്റ്. ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ വർഷം, ഒരു വർഷം ഉണ്ടോ, ഒരു വർഷത്തിൽ താഴെയൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് വേഗം പോകാം കേട്ടോ. ഒത്തിരി നേരമായി എന്ന് തോന്നുന്നു. വേഗം പോവാണ് കേട്ടോ. S എന്ന് ഞാൻ ഇനി പറയില്ല. S എന്ന് നിങ്ങളുടെ മനസ്സിലിരിക്കുക. S തുടങ്ങി 1 തുടങ്ങി പോവാണ് കേട്ടോ. ഇത് നമ്പർ 1 എന്നുള്ള പ്ലാന്റ് ആണ്. ഞാൻ പറഞ്ഞു ചിലതിൽ പൂക്കളൊന്നും തിരിച്ചറിയാൻ പറ്റത്തില്ല. ഇതൊരു ഓറഞ്ചും ഒരു ഇതും കൂടെ ചേർന്നിട്ടുള്ള ഒരു റെഡും കൂടെ ചേർന്ന, റെഡല്ല ഒരു മജന്ത, നമ്പർ 1 വരുന്നു കേട്ടോ. നമ്പർ 2 വരുന്നത് ഇതാണ്. അതിൽ പൂക്കളില്ല. ചെടി കണ്ടിട്ട് ഇടുക കേട്ടോ. ഒരു സിംഗിൾ പെറ്റലാന്ന് കണ്ടിട്ട് തോന്നുന്ന ഒരു വയലറ്റ് ഷെയ്ഡ് പോലെ തോന്നുന്നത്. 2 കേട്ടോ. സിംഗിൾ പെറ്റലും ഡബിൾ പെറ്റലും ഒക്കെ ഉണ്ട് കേട്ടോ. 3 വരുന്നത് ഇതാണ്. ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. നല്ല ഭംഗിയാണ്. അതിൻ്റെ സിംഗിൾ പെറ്റൽ എന്ന് പറയാൻ പറ്റില്ല. ഇതിൻ്റെ താഴെ ഒരു ചിലതിൻ്റെ അങ്ങനെ വരുന്നുണ്ട് കേട്ടോ. ഞാനിത് ആദ്യമായിട്ട് കാണാം ഇങ്ങനെയുള്ള ഒരു എന്താ പറയുക, 2 ലെയർ എന്ന് പറയാൻ പറ്റുമോ. ഇങ്ങനെയാണ് കേട്ടോ വരുക. ഒരു ലെയർ താഴെ, ഒരു ലെയർ മുകളിൽ. ഞാൻ ഇനിയും കാണിച്ചു തരാം കേട്ടോ. വേറെ ഇതിപ്പോൾ ചേർന്ന് വരാത്തതാണോന്നും നമുക്കറിയാൻ പറ്റുന്നില്ല. ഇങ്ങനെയാണ് വരുന്നത്. നമ്പർ 3 വരുന്നത് കേട്ടോ. പിന്നെ ഞാൻ നേരത്തെ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞു ഇങ്ങനെ താഴെ നിന്നൊക്കെ മുളകൾ വരുന്നുണ്ടെങ്കിൽ അത് അടർത്തി കളയുക. കാരണം അതിനായിരിക്കും കൂടുതൽ വളർച്ച വരുന്നത്. അപ്പോൾ അത് അടർത്തിയിട്ട് നിങ്ങൾ ഫംഗിസൈഡ് കൊടുക്കുക.
3 വരുന്നത് കേട്ടോ. 4 വരുന്നത് ഇതാണ്. സിംഗിൾ പെറ്റലാണെങ്കിൽ നല്ല മനോഹരമായിട്ടുള്ള കളർ കേട്ടോ. നമ്പർ 4. നമ്പർ 5 വരുന്നത് ഇതാണ്. ഇങ്ങനെയാണ് കേട്ടോ പ്ലാന്റ് വരുന്നത്. മുട്ടുകൾ വരുന്നുണ്ട്, പക്ഷേ കളർ അറിയാൻ പറ്റുന്നില്ല. അപ്പോൾ ആദ്യമായിട്ടൊക്കെ വേറെ കളറുകളൊന്നും ഇല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ളത് സെലക്ട് ചെയ്തോളൂ കേട്ടോ. ഇതാണ് കേട്ടോ ഗ്രാഫ്റ്റഡ് പോർഷൻ വരുന്നത്. ഇതാണ്. അപ്പോൾ എല്ലാ പ്ലാന്റിലും നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഇതാണ് ഗ്രാഫ്റ്റഡ് പോർഷൻ വരുന്നത്. ഇങ്ങനെ കണ്ടോ. അതിൻ്റെ അടിയിൽ നിന്ന് ഇങ്ങനെയുള്ള മുളകളൊക്കെയാണ് കളയാൻ പറയുന്നത് കേട്ടോ. ഗ്രാഫ്റ്റഡ് ചെയ്തേക്കുന്നത് കളയരുതട്ടെ ദയവ് ചെയ്ത്. കഴിഞ്ഞ ദിവസം ഒരു ചേച്ചി അത് മുറിച്ച് കളഞ്ഞിട്ട് ഗ്രാഫ്റ്റൻ്റെ താഴെ വെച്ച് മുറിച്ചു എന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കര സങ്കടത്തോടെ പറഞ്ഞു. അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് മാത്രം നിങ്ങൾ പിന്നീടൊക്കെ കട്ട് ചെയ്യുക കേട്ടോ. പ്രൂൺ ചെയ്യുമ്പോഴൊക്കെ. നമ്പർ 6 വരുന്നത് നല്ല പ്ലാന്റ് ആണ്, പക്ഷേ മുട്ടുകളേ ഉള്ളൂ കേട്ടോ. കളർ അറിയാൻ പറ്റുന്നില്ല. ഇതാണ് പ്ലാന്റ് വരുന്നത്. നമ്പർ 7 വരുന്നത് ഇങ്ങനെയാണ് വരുന്നത്. ഇങ്ങനെ ഞാൻ പറഞ്ഞ 2 ലെയറായിട്ട് ഇത് ചേർന്ന് വരാത്തതാണോ എന്താണെന്ന് മനസ്സിലാവണില്ല. ഇങ്ങനെയാണ് പ്ലാന്റ് വരുന്നത്. ഈ ഒരു കളർ കേട്ടോ. നമ്പർ 7. നമ്പർ 8 വരുന്നത് ഇങ്ങനെയാണ്. എനിക്ക് തോന്നുന്നു ഒരു യെല്ലോ ഷെയ്ഡാണെന്ന് തോന്നുന്നു മുട്ട് കണ്ടിട്ട്. ഇങ്ങനെ കേട്ടോ. മുട്ട് കണ്ട് നിങ്ങൾ വാങ്ങിച്ചോളൂ. ഞാൻ വിരിച്ച് നോക്കണില്ല കേട്ടോ. 8. നമ്പർ 9 വരുന്നത് ഇതാണ്. നല്ല പ്ലാന്റാണ് വരുന്നത്, പക്ഷേ മുട്ടുകൾ ഇതിങ്ങനെ ചെറുതായിട്ട് വരുന്നേ ഉള്ളൂ കേട്ടോ. നമ്പർ 9. നമ്പർ 10 വരുന്നതും അങ്ങനെ തന്നെ മുട്ടുകൾ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. എനിക്കതൊരു തോന്നുന്നു ഒരു വയലറ്റ് ഷെയ്ഡിൻ്റെ പോലെ. വയലറ്റ് ഷെയ്ഡിന് ചെറിയൊരു ഇലയ്ക്ക് പ്രത്യേകത ഉണ്ട്, അതുകൊണ്ടാണ് കേട്ടോ പറയുന്നത്. എനിക്ക് ഉറപ്പില്ല, ഞാൻ ഉറപ്പ് പറയൂല കേട്ടോ. നിങ്ങൾ ചെടികൾ കണ്ടിട്ട് തന്നെ എടുത്തോളൂ കേട്ടോ. 10 പൂക്കളില്ലാത്തത് കണ്ടിട്ട് തന്നെ എടുത്താൽ മതി. 10 കേട്ടോ നമ്പർ വരുന്നത്. നല്ല പ്ലാന്റാണ് വരുന്നത്. നമ്പർ 11 വരുന്നതും ഈ ഒരു വയലറ്റ് ഷെയ്ഡ്. ഒരു വയലറ്റ് ഷെയ്ഡാണ്. സിംഗിളാണോ ഡബിളാണോ എന്ന് എനിക്കറിയത്തില്ല. 11. നമ്പർ 12 കേട്ടോ. 12 വരുന്നത് ഇങ്ങനെയാണ് വരുന്നത്. അതിന് മുട്ട് ചെറിയൊരു മുട്ട വരുന്നുള്ളൂ കേട്ടോ. നമ്പർ 13 വരുന്നത് ഇങ്ങനെയാണ് പ്ലാന്റ് വരുന്നത്. മുട്ട് ഇങ്ങനെയാണ് വരുന്നത്. ചെറിയൊരു മുട്ട് കാരണം അറിയാൻ പറ്റുന്നില്ല കേട്ടോ. 13. 14 വരുന്നത് ഇതാണ്. നല്ല രസം കാണാനായിട്ട്. 14 വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. നമ്പർ 15 വരുന്നത് നമ്പർ 15 മലയാളത്തിൽ തന്നെ പറഞ്ഞു പോവാം അല്ലേ. നമ്പർ 15 ഇങ്ങനെയാണ് വരുന്നത്. വലിയ പ്ലാന്റാണ് കേട്ടോ. പക്ഷേ പൂക്കൾ അറിയാൻ പറ്റുന്നില്ല. മുട്ട ഇങ്ങനെയാണ് വരുന്നത്. 15. നമ്പർ 16 വരുന്നത് ഒരു എന്ത് ഷെയ്ഡാണ് പീച്ച് ഷെയ്ഡാണ് വരുന്നത്. ഇങ്ങനെയാണ് കേട്ടോ മുട്ട് വരുന്നത്. വിരിക്കുന്നില്ല ഞാൻ. 16. 17 വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ. നല്ല രസമുള്ള പ്ലാന്റ്. 17. 18 മുട്ടില്ല. 18. കളറില്ലാത്തവർ വേറെ കളറൊക്കെ സിംഗിൾ വീട്ടിൽ ഉള്ളൂ എന്നൊക്കെ ഉള്ളവർ ഒത്തിരി പേര് പറയുന്നുണ്ടല്ലോ. അങ്ങനെയുള്ളവരൊക്കെ അങ്ങനത്തെ സെലക്ട് ചെയ്തോളൂ കേട്ടോ. 19 നല്ല രസം കാണാനായിട്ട്. ഒരു ലില്ലിപ്പൂ ഇങ്ങനെ ഇല്ലേ കാണാൻ, നല്ല രസമല്ലേ. 19. ഗ്രാഫ്റ്റഡ് പ്ലാന്റ് തന്നെയാണേ. ഗ്രാഫ്റ്റ് ചെയ്ത പോർഷൻ കേട്ടോ. സിംഗിൾ പെറ്റിൽ കാണുമ്പോൾ ചിലവർക്കെങ്കിലും അത് നാടൻ വെറൈറ്റി ആണോ എന്നൊക്കെ സംശയം തോന്നും. അതുകൊണ്ടാണ് കേട്ടോ പറഞ്ഞത് 19. 20 വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. എന്ത് കളറാണെന്ന് അറിയാൻ പറ്റുന്നില്ല. ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. അത് ആയിട്ടില്ല. 20 ആണ് കേട്ടോ വരുന്നത്. 21 വരുന്നത് ഒരു വയലറ്റ് ഷെയ്ഡാണ്. 21 വയലറ്റ് നമുക്ക് അറിയാൻ പറ്റും, അറിയുമ്പോൾ. 22 വരുന്നത് ഇങ്ങനെയാണ് വരുന്നത്. നല്ല പ്ലാന്റാണ്, പക്ഷേ കളർ അറിയില്ല. ഇങ്ങനെ 22. എന്നോട് സെലക്ട് ചെയ്ത് അയച്ചോളാൻ പറയുന്ന കുറേ പേരുണ്ടല്ലോ. ഒരു 10 എണ്ണം ചേച്ചിയുടെ ഇഷ്ടപ്രകാരം കൊണ്ട് അയച്ചോളൂ. അങ്ങനെയുള്ളവർക്കൊക്കെ എടുക്കാൻ നല്ല ചോയ്സാണ്. ഇലകളൊക്കെ കാണുമ്പോൾ വ്യത്യാസങ്ങൾ മനസ്സിലാവുണ്ടല്ലോ. അപ്പോൾ അങ്ങനെയുള്ളവർ എടുത്തോളൂ കേട്ടോ. ഇത് നല്ല അടിപൊളി പ്ലാന്റാണ്, പക്ഷേ കളർ അറിയില്ല. ഇങ്ങനെയാണ് കേട്ടോ പ്ലാന്റ് ഇരിക്കുന്നത്. 3 സ്റ്റെമ്മൊക്കെ ആയിട്ട് നല്ല പ്ലാന്റാണ്. 23. കുറേ പേര് എനിക്ക് വേണ്ടിയിട്ട് വിട്ടുതരും ചേച്ചി ഇഷ്ടമുള്ളത്. ഞാൻ ഈ നല്ല പ്ലാന്റ് എന്നൊക്കെ പറയുന്ന കാരണം എനിക്ക് എല്ലാ പ്ലാന്റും നല്ലത് തന്നെയല്ലേ. 24 കേട്ടോ. അത് നിറച്ച് മുട്ടകളുണ്ട്, പക്ഷേ ഏത് കളറാണെന്ന് അറിയാൻ പറ്റുന്നില്ല. ഒരു ക്രീം ഷെയ്ഡായിട്ട് തോന്നുന്നുണ്ട് കേട്ടോ. 24 തോന്നുന്ന കേട്ടോ ഞാൻ പറയുന്നത്. എനിക്ക് ഉറപ്പില്ല കേട്ടോ. 25 നല്ല പ്ലാന്റാണ്, പക്ഷേ കളർ അറിയില്ല. നല്ല വെറൈറ്റിയാണ് എന്തായാലും ഇലകൾ കണ്ടിട്ട്. 25. 26 ഇത് 26 ചെറിയ മുട്ടുണ്ട്. 26. 27 അതൊരു വയലറ്റ് ഷെയ്ഡാണ്.
27. ഇതാ ഇങ്ങനെയൊക്കെ ഉള്ളതാണ് കേട്ടോ കളയേണ്ടത്. അതിങ്ങനെ പുറഞ്ഞിരുന്ന കാരണം 27 നല്ല പ്ലാന്റാണ്. 28 വരുന്നത് നല്ല രസമുള്ള പ്ലാന്റ്. ഇതാ നല്ല രസം. 28. 29 ഇതാ ഇതാണ് സിംഗിൾ പെറ്റലാണ് വരുന്നത്. പക്ഷേ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജോക്കർ എന്ന് പറഞ്ഞിട്ടുള്ള വെറൈറ്റി ഇതാ ആ ടൈപ്പാണ് അത് വരുന്നത് കേട്ടോ. 29. 30 വരുന്നത് പ്ലാന്റ് കണ്ടിട്ട് വാങ്ങിക്കുക. അതാ ഇങ്ങനെ 30. 31 വരുന്നത് ഇതാ ഇങ്ങനെയാണ്. മുട്ട അറിയാൻ പറ്റുന്നില്ല കേട്ടോ. ഇങ്ങനെയൊക്കെയാണ് വരുന്നത്. 31. 32 വരുന്നത് മുട്ട് കൊഴിഞ്ഞു പോയി അതിൻ്റെ ചോട്ടിൽ കിടക്കുന്നുണ്ട്. ഇതായിട്ടാണ് കേട്ടോ എനിക്ക് തോന്നുന്നത്. ഇതിൽ നിന്ന് തന്നെ കൊഴിഞ്ഞു പോയതായിട്ടാണ്. 32. 33 ഇതാ ഈ ഒരു പ്ലാന്റ് നല്ല അടിപൊളി. ചിലതിന് മുട്ടുകളില്ല. ഇതിന് മുട്ട് വന്നായിരുന്നു, പക്ഷെ അത് കൊഴിഞ്ഞു. നമുക്ക് ചൂടൊക്കെ അടിക്കുമ്പോഴത്തേക്കും ഇത്രയും ചൂടല്ലേ, അപ്പോൾ ചൂടിൽ വണ്ടിയിൽ വരുമ്പോഴത്തേക്കും നമ്മുടെ കയ്യിലല്ല, അപ്പോൾ ചിലതൊക്കെ അങ്ങനെ കൊഴിഞ്ഞു പോകാനുള്ളൊരു സാധ്യതയുണ്ട്. നല്ല ചൂടാണ്. അപ്പോൾ അതാ ഇങ്ങനെയാണ് കേട്ടോ പ്ലാന്റ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് എസ്ന്ന് ഇതിപ്പോൾ ചെറിയ പ്ലാന്റ് എസ്സിൽ തുടങ്ങുന്നത്. അപ്പോൾ നിങ്ങൾ വേഗം തന്നെ കാർട്ട് ആഡ് ചെയ്ത് സെൻഡ് ചെയ്തോളൂ. വലിയ പ്ലാന്റുകളാണ് വേണമെങ്കിൽ നമ്മൾ 3 മണിക്ക് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതും കാറ്റലോഗിൽ കിടക്കുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾ കാർട്ട് ആഡ് ചെയ്തിട്ട് സെൻഡ് ചെയ്തോളൂ കേട്ടോ. ഇത് കൂടാതെ ഒത്തിരി പ്ലാന്റ്സുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്നും കാണിക്കാനുള്ള സമയമില്ല. നമുക്ക് കാറ്റലോഗിൽ ഇട്ടേക്കാം. കാറ്റലോഗിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ആവശ്യത്തിനുള്ള പ്ലാന്റുകളൊക്കെ നിങ്ങൾ സെലക്ട് ചെയ്ത് സെൻഡ് ചെയ്തോളൂ കേട്ടോ. അടുത്ത വീഡിയോയിൽ കാണാം. ഈ പ്ലാന്റുകൾ നമുക്ക് അടുത്ത ആഴ്ചയിൽ റംസാൻ്റെ അവധി വരുന്നതുകൊണ്ട് എന്ന് അയക്കുന്നതെന്ന് നമ്മൾ ഓർഡർ ചെയ്യുമ്പോഴത്തേക്കും ഞാൻ പറയാം. അപ്പോഴത്തേക്ക് അവധി കറക്റ്റായിട്ട് പറയാൻ പറ്റും. ചിലപ്പോൾ ചൊവ്വ അല്ലെങ്കിൽ ബുധനാഴ്ച ആയിരിക്കും DTDCയുടെ അവധി വരുന്നത്. അപ്പോൾ ഇതുവരെയും ഉറപ്പ് പറഞ്ഞിട്ടില്ല. തിങ്കളാഴ്ച വൈകുന്നേരം പറയാമെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അതനുസരിച്ച് നമ്മൾ പ്ലാൻ ക്രമീകരിച്ചിട്ടായിരിക്കും പ്ലാന്റുകൾ അയക്കുക. അത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഡേറ്റ് തന്നേക്കാം കേട്ടോ. പറയാട്ടോ ഞാൻ എന്ന് അയക്കുന്നതിന്. അതിനുശേഷം ബാക്കിയുള്ള ഡീറ്റെയിൽസും തരാം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.